ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ദൈവകൃപയാൽ നാം എല്ലാവരും പുതിയ ഒരു വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ. ക്രിസ്തുവിൽ പുതിയ തീരുമാനങ്ങളും പുതിയ പ്രത്യാശകളുമായി ഒരു അനുഗ്രഹിക്കപ്പെട്ട വർഷം തന്നെ ആയിരിക്കട്ടെ ഈ 2025 എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ വർഷത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ നല്ല നാഥന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ആരും നിന്നതല്ല, നമ്മെ പിതാവ് നിർത്തിയതാണ്. നമ്മൾ ആരും പുതിയ വർഷത്തിലേക്ക് തനിയെ കടന്നു വന്നതല്ല, പിതാവ് നമ്മെ നയിച്ചിരിക്കുകയാണ്. ഈ വർഷം മുഴുവൻ ദൈവത്തിൻ്റെ കരുതൽ ഏവർക്കും അനുഭവപ്പാനിടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ ആഴ്ചത്തെ പാഠത്തിലേക്ക് കടക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ആഴ്ചയിൽ നമുക്ക് പഠിക്കുവാനുള്ളത് 3-ാം പാഠമാണ്. പാഠത്തിൻ്റെ തലക്കെട്ട് ദൈവത്തിന് പ്രസാദകരമായിരിക്കട്ടെ എന്നതാണ്. ഈ പാഠത്തിൻ്റെ മനപ്പാഠവാക്യം നമുക്ക് നോക്കാം. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. സെഫന്യാവ് 3:17. ഒരിക്കൽ കൂടി വായിക്കാം. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. സെഫന്യാവ് 3:17. ഒരിക്കൽ ഒരു 5 വയസ്സുള്ള കുട്ടി ഫാദേഴ്സ് ഡേക്ക് തൻ്റെ പിതാവിന് കൊടുക്കുവാൻ ഒരു സമ്മാനവുമായി പിതാവിൻ്റെ അടുക്കലെത്തി. കൊച്ചു കുഞ്ഞായിരുന്നതിനാൽ ആ സമ്മാനം അത്ര പക്വത കൊണ്ടതായിരുന്നില്ല. ആ സമ്മാനം അത്ര നന്നായി പൊതിഞ്ഞതുമായിരുന്നില്ല. എങ്കിലും സംഭ്രമത്തോടുകൂടി ആ കുഞ്ഞ് ആ പിതാവിനത് സമ്മാനിക്കുവാനായിട്ട് ചെന്നു. അത് പിതാവിന് കൊടുത്തു. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, ഞാൻ നിൻ്റെ സമ്മാനം കാര്യമാക്കുന്നില്ല. മാത്രമല്ല, എന്നെ സന്തോഷിപ്പിക്കുന്ന സമ്മാനം തരുവാൻ തക്കവണ്ണം ഒന്നും നിൻ്റെ പക്കലില്ല. എനിക്ക് തരുവാൻ കഴിയുന്നത് നിനക്ക് തരുവാൻ, എനിക്കായിട്ട് തരുവാൻ കഴിയുന്നതെന്തും എനിക്ക് തന്നെ അത് ലഭിക്കുന്നതാണ്. നീ ഈ നൽകിയിരിക്കുന്ന സമ്മാനം ഒന്നുകിൽ എൻ്റെ പണം കൊണ്ട് വാങ്ങിയതോ അല്ലെങ്കിൽ ഞാൻ വാങ്ങി വച്ചതായ വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയതോ ഒക്കെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഈ സമ്മാനം നീ തന്നെ വച്ചോളൂ, ഇതിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ മടക്കി അയക്കുന്നു. പാവ കുഞ്ഞു മനസ്സിൻ്റെ ചിന്തയും വേദനയും ഒക്കെ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരിക്കും അല്ലേ. ആ പിതാവിൻ്റെ പ്രതികരണം ഹൃദയശൂന്യമായതെന്നോ തണുത്ത മട്ടിലുള്ള പ്രതികരണമെന്നോ ഒക്കെ നമുക്ക് കരുതാം. അല്പം കൂടി ആഴമായി ചിന്തിച്ചാൽ പിതാവായ ദൈവം പാപികളായ നമ്മോട് ഈ വിധത്തിലാണോ പ്രതികരിക്കുന്നത് എന്ന് നമുക്കതിൻ്റെ മറുവശം ഒന്ന് ചിന്തിച്ചു നോക്കാം. നാം ദൈവത്തിന് നൽകുന്ന സമ്മാനങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിന് പ്രസാദകരമാണോ? ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നമുക്ക് ശരിക്കും സാധിക്കുന്നുണ്ടോ? വളരെയധികം ചിന്തിക്കേണ്ട വസ്തുതയാണ്. എങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ദൈവം ഒരിക്കലും ആ പിതാവിൻ്റെ മനോഭാവത്തോടു കൂടി നമ്മോടോ അല്ലെങ്കിൽ നാം കൊണ്ടുചെല്ലുന്ന സമ്മാനത്തെയോ നോക്കുന്നില്ല. നാം നന്ദിയോടെ സ്തോത്രം പറയുന്നത് പോലും ദൈവം സ്വീകരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു. നമ്മുടെ സങ്കടങ്ങൾ അവൻ മാറ്റുന്നു. ആപത്തിലും രോഗത്തിലും അവൻ നമുക്ക് തുണയായിരിക്കുന്നു. അത് നാം ദൈവത്തിന് കൊടുക്കുന്ന സമ്മാനം കാരണമല്ല, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്, ദൈവത്തിന് നമ്മോടുള്ള കരുതൽ കൊണ്ട് മാത്രമാണ്. നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുമോ എന്ന് നമുക്കൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കിയാൽ സാധിക്കും എന്ന് തന്നെയാണ് ഉത്തരം. കർത്താവായ യേശുക്രിസ്തു മനുഷ്യരൂപത്തിലായിരുന്നു കൊണ്ട് പിതാവായ ദൈവത്തെ തൻ്റെ മരണത്തോളം അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ചു. ആ ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിന് പിതാവായ ദൈവത്തിലുണ്ടായിരുന്ന വിശ്വാസവും വിശ്വസ്തതയും കൽപ്പനാനുസരണവും നമ്മിലും ഉണ്ടായാൽ, കർത്താവായ യേശുവിന് പിതാവായ ദൈവത്തിലുണ്ടായിരുന്ന വിശ്വാസവും വിശ്വസ്തതയും കൽപ്പനാ അനുസരണവും നമ്മിലും ഉണ്ടായാൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും. നമ്മെ തന്നെ അവനായി സമർപ്പിക്കുന്നതായിരിക്കണം നമ്മുടെ സമ്മാനം. ദൈവത്തിനായി സമ്മാനം കൊണ്ടു ചെല്ലുന്നവനെ ഒരിക്കലും ദൈവം കൈവടിയാറില്ല. ഏറ്റവും മോശമായ പാപി അല്ലെങ്കിൽ ഏറ്റവും അധികം തിന്മ പ്രവർത്തിക്കുന്നവർ ആയാലും ദൈവം സ്നേഹിക്കാത്തവരായി ഒരുത്തൻ പോലുമില്ല. നാം ആ സ്നേഹം തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. ആ സ്നേഹം തിരിച്ചറിയുന്നവരോ ദൈവത്തിന് പ്രസാദകരമാം വിധം തിന്മയും പാപവും വിട്ടുതിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് ആശ്രയിക്കുന്നു. ദൈവം മനുഷ്യനെ കരുതുന്നത് നമുക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ്. എന്നാൽ നമ്മിലുള്ള പാപത്തെ മാത്രമാണ് പിതാവായ ദൈവം വെറുക്കുന്നത്.
ഇഷ്ടക്കേട് ആ നമ്മിലുള്ള പാപത്തെ മാത്രമല്ല, അല്ല നമ്മളോടല്ല, നമ്മളെന്ന സൃഷ്ടിയോടല്ല, നമ്മളെന്ന ദൈവമക്കളോടല്ല ദൈവത്തിന് അനിഷ്ടമുള്ളതും വെറുപ്പുള്ളതും. നമ്മിലുള്ള പാപത്തെയാണ് പിതാവായ ദൈവം വെറുക്കുന്നത്. നമ്മിലെ പാപം നമ്മോട് എന്ത് ചെയ്യുന്നുവെന്നും ദൈവത്തിന് അറിയാം. നമ്മിലുള്ള പാപത്തെ ദൈവം വെറുക്കുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മിലുള്ള പാപത്തിന് നമ്മോട് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ദൈവത്തിനറിയാം. ആ പാപം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ശിക്ഷ വരാൻ പോകുന്നതെന്നൊക്കെയും ദൈവത്തിന് അറിയാം. മുടിയനായ പുത്രൻ്റെ കഥ ഏവർക്കും ചിരപരിചിതമാണല്ലോ. മുടിയനായ പുത്രൻ അവൻ തൻ്റെ പിതാവിനെയും കുടുംബത്തിനെയും തള്ളിക്കളഞ്ഞുകൊണ്ട് പിതാവിൽ നിന്നും തൻ്റെ അവകാശം വാങ്ങിക്കൊണ്ട് ആ ദേശം വിട്ടുപോയി. ഉള്ള ധനമൊക്കെയും ധൂർത്തടിച്ച് തീർന്നപ്പോൾ അവന് സ്വന്തമായി കിട്ടിയ സ്വത്ത് അവൻ വിറ്റ് ആ പണവും അവൻ ദൂർത്തടിച്ച് തീർന്നപ്പോൾ ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിച്ചു. ശേഷം പന്നികളെ മേയ്ക്കുന്ന പണി ചെയ്യുന്നു. അവിടെ പന്നികളോട് അസൂയപ്പെടുകയാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇതിനെക്കാട്ടിലും ശ്രേഷ്ഠമായ ഭോജനം അവിടെ ഉണ്ട് എന്നവൻ ചിന്തിച്ചു. ആ ചിന്ത വന്നപ്പോഴത്തേക്കിനും ഇവന് ആ പിതാവിൻ്റെ സ്നേഹവും അവിടുത്തെ ആ സുഖലോലുപതയൊക്കെ അവൻ ഓർമ്മ വന്നു. പെട്ടെന്ന് അവൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചെത്തണമെന്ന് മോഹമുദിച്ചു. അവൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തുകയാണ്. ഇനി ആ പിതാവ് എന്താണ് ചെയ്യുന്നത്? മകൻ്റെ വരവും കാത്ത് നാളുകളായി കാത്തിരിക്കുക. അങ്ങനെ ആ മകൻ വരുന്നു. ദൂരെ പടിവാതിൽക്കൽ ആ മകനെ കണ്ടപ്പോൾ തന്നെ ആ പിതാവ് ഓടി വന്ന് മകനെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് ആ മകനെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇത് യേശുക്രിസ്തു പറഞ്ഞ ഉപമയാണ്. ഈ ഉപമയിൽ പിതാവ് ദൈവത്തെ തന്നെ പ്രതിനിധീകരിക്കുന്നു. ഒരു മാനുഷിക പിതാവായി നാം ചിന്തിച്ചാൽ മകനെ കാണുമ്പോൾ എന്തായിരിക്കും പറയുന്നത്? അതായത് സാധാരണ പിതാവ്, ഒരു മാനുഷികമായി ചിന്തിക്കുന്ന ഒരു പിതാവാണെങ്കിൽ എന്തായിരിക്കും പറയുന്നത്? നീ എന്നിൽ നിന്ന് നിന്റെ അവകാശങ്ങൾ വാങ്ങിക്കഴിഞ്ഞല്ലോ, ഈ വീടുമായി നിനക്ക് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ് നീ ഇങ്ങോട്ട് വന്നത്, നീ വരേണ്ട ആവശ്യമില്ല, നിനക്കുള്ളതെല്ലാം തന്നു കഴിഞ്ഞു എന്നും പറഞ്ഞ് ഈ വീടുമായി നിനക്ക് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ വീട്ടിൽ പോലും കയറ്റാതെ പരുഷമായി സംസാരിച്ച് തിരികെ വിടും. എന്നാൽ മുടിയനായ പുത്രൻ്റെ ഉപമയിൽ പിതാവ് ചിത്രീകരിക്കുന്നത് അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ചതായ, ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതായ ഒരു പിതാവിനെയാണ്. അതിനുശേഷമോ അവന് വിരുന്നൊരുക്കി അവൻ്റെ വരവ് ആഘോഷമാക്കി തീർത്ത ഒരു പിതാവിനെയാണ് നാം അവിടെ കാണുന്നത്. നമ്മുടെ പിതാവായ ദൈവവും അപ്രകാരമാണ്. നാം നമ്മുടെ പാപത്തെ തിരിച്ചറിഞ്ഞ് പാപത്തെ വിട്ട് മാനസാന്തരപ്പെട്ട് പിതാവിൻ്റെ അടുക്കലേക്ക് യാചനയോടെ കടന്നു ചെല്ലുമ്പോൾ വലിയവനായ പിതാവ് നമ്മെ സ്വീകരിക്കുന്നു. സ്വർഗം സന്തോഷിക്കുവാനും ഇടയാകുന്നു. ദൈവത്തിൻ്റെ അത്രമേൽ ആ വലിയ സ്നേഹം നമുക്ക് സങ്കല്പിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അതിനാലാണ് ദൈവം ഓരോ വ്യക്തിയെയും കണക്കാക്കുവാൻ കഴിയാത്ത മൂല്യത്തോടെ കരുതുന്നത്. ഒരു ആത്മാവിൻ്റെ രക്ഷയിൽ പോലും സന്തോഷിക്കുന്നതും അതുകൊണ്ടാണ്. നാം എല്ലാവരും ദൈവത്തിന് വിലപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ദൈവം ഓരോ ആത്മാവിൻ്റെ നേട്ടത്തിലും രക്ഷയിലും സന്തോഷിക്കുന്നത്. സഫന്യാവ് 3:17, അതായത് നമ്മുടെ മനപ്പാഠവാക്യത്തിൽ, നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു, അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും, തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു, ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും എന്ന് തിരുവചനം പറയുന്നു. തന്റെ വീണ്ടെടുക്കപ്പെട്ട ജനത്തിന്മേലുള്ള ദൈവത്തിന്റെ ആനന്ദമാണ് ഈ മനപ്പാഠവാക്യത്തിൽ നാം കാണുന്നത്. ദൈവിക ആനന്ദത്തിന്റെ വ്യാപ്തി വിവരിക്കുവാൻ പദങ്ങളൊന്നും പര്യാപ്തമല്ല എന്നിവിടെ വ്യക്തമായിട്ട് കാണുന്നു. സ്നേഹത്തിന്റെ ബന്ധത്തിൽ നിന്നും ഉയർന്നു വന്ന അനുരഞ്ജനം ദൈവത്തിന്റെ തൊട്ടടുത്ത സാന്നിധ്യത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. അതായത് സ്നേഹത്തിന്റെ ബന്ധത്തിൽ നിന്നും ഉയർന്നു വന്ന അനുരഞ്ജനം എന്ന് പറയുന്നത് ദൈവം നമ്മോട് തൊട്ടടുത്തിരിക്കുന്ന ആ ഒരു അനുഭവം നമുക്ക് ഉണ്ടാക്കി തരുന്നു. അതുകൊണ്ട് തന്നെ മകനെ ദൂരത്ത് കണ്ടപ്പോൾ ഓടി വന്ന പിതാവിനെ പോലെ ഇവിടെ ദൈവം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് നമുക്ക് അനുഭവപ്പെടുന്നു. ഈ ഒത്തുചേരലിന്റെ സന്തോഷത്തെ യെശയ്യാ പ്രവാചകൻ ഒരു കല്യാണ സന്ദർഭവുമായി ബന്ധപ്പെടുത്തി ഇപ്രകാരം പറയുന്നു: നിന്നെ ഇനി അസൂബ അഥവാ തൃക്ത എന്ന് വിളിക്കുകയില്ല, നിന്റെ ദേശത്തെ ഷമാമ അഥവാ ശൂന്യം എന്ന് പറയുകയുമില്ല, നിനക്ക് ഹഫ്സീബ അഥവാ ഇഷ്ട എന്നും നിന്റെ ദേശത്തിന് ബയൂല അഥവാ വിവാഹാവസ്ഥ എന്നും പേരാകും
യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ, നിന്റെ ദേശത്തിന് വിവാഹം കഴിയും എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് യഹോവ തൻ്റെ ജനത്തെ സ്വീകരിക്കുകയും മുടിയനായ പുത്രനുമേൽ പിതാവ് സന്തോഷിച്ചതുപോലെ, മുടിയനായ പുത്രന്റെ തിരിച്ചുവരവിനെ പിതാവ് ആഘോഷമാക്കിയതുപോലെ നമ്മുടെ മേൽ പിതാവായ ദൈവം സന്തോഷിക്കുകയും ചെയ്യുന്ന പുനഃസ്ഥാപിക്കപ്പെടലാണ് ഇവിടെ വ്യക്തമാകുന്നത്. ആ സുന്ദര ദിവസത്തിനായി ദൈവത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഉന്നതി അവിടെ ഒരുക്കി വച്ചിരിക്കുന്നു. നമുക്കും അതിൽ പങ്കാളികളാകുവാൻ ദൈവം അതിനായി ഇടയാക്കട്ടെ. ആമേൻ. എഫേസ്യരുടെ ലേഖനം 5-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളെ വിശദമായി നാം പഠിക്കുമ്പോൾ, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഔവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ഇവിടെ ഭാര്യ ഭർത്തൃബന്ധം എപ്രകാരമുള്ളതായിരിക്കണമെന്ന് ഈ വാക്യങ്ങൾ ഉപദേശിക്കുന്നു. ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും ഉണ്ടായിരിക്കേണ്ടതായ നിസ്വാർത്ഥവും ത്യാഗപരവുമായ തരത്തിലുള്ള സ്നേഹത്തെ ചൂണ്ടിക്കാണിക്കുവാൻ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്രകാരം സ്നേഹിക്കപ്പെടണമെന്നാണ് കർത്താവായ യേശു ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നതിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. കാരണം സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. കല്യാണ നിശ്ചയം ചെയ്തു വച്ചിരിക്കുന്ന, തന്നെത്താൻ അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന കാന്തനാണ് ക്രിസ്തു. അവൻ്റെ തന്നെ ഭാഗം എന്ന പോലെ അവൻ്റെ ജനത്തെ സ്നേഹിക്കുന്നുവെന്ന് ആ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ആ പ്രത്യാശയോടെ കുടുംബജീവിതവും ആത്മീയ ജീവിതവും ആനന്ദത്തോടെ സന്തോഷിച്ച് ക്രിസ്തുവിൽ ജീവിക്കുവാനാണ് ദൈവം നമ്മോട് ഈ പാഠഭാഗത്തിലൂടെ പഠിപ്പിക്കുന്നത്. ദൈവം തന്നെ എങ്ങനെയാണ് ആനന്ദിക്കുന്നത് എന്ന് ഒരു വലിയ ചിന്താവിഷയമാണ്. ഈ ചോദ്യത്തെ സാധൂകരിക്കുന്ന ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, നീ എനിക്ക് വിലയേറിയവനും മാന്യനും ആയി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. അപ്പോൾ ദൈവം നമ്മെ വിലയേറിയവനായി കണക്കാക്കുന്നു, മാന്യനെന്നെണ്ണി നമ്മെ സ്നേഹിക്കുന്നു എന്നാണ് യെശയ്യാ പ്രവാചകൻ നമ്മോട് പറയുന്നത്. സങ്കീർത്തന പുസ്തകം 149-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, യഹോവ തൻ്റെ ജനത്തിൽ പ്രസാദിക്കുന്നു, താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും. അതായത് യഹോവ തൻ്റെ ജനത്തിൽ പ്രസാദിക്കുന്നു, നാം അതിനാൽ ദൈവസന്നിധിയിൽ താഴ്മയോടെ നടക്കണമെന്ന് ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. സദൃശവാക്യങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 8-9 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്, നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദം. ദുഷ്ടന്മാരുടെ വഴി യഹോവയ്ക്ക് വെറുപ്പ്, എന്നാൽ നീതിയെ പിന്തുടരുന്നവനെ അവൻ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ ജനം തിന്മ ചെയ്യുമ്പോൾ ദൈവം അസന്തുഷ്ടനാകുന്നു. ദുഷ്ടന്മാരുടെ യാഗവും വഴിയും യഹോവയ്ക്ക് വെറുപ്പാണ്, എന്നാൽ നേരുള്ളവരുടെ പ്രാർത്ഥന യഹോവയ്ക്ക് പ്രസാദകരമാണ് എന്ന് ശലോമോൻ സദൃശവാക്യത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു. നാം നന്മ ചെയ്യുമ്പോൾ ദൈവം ആനന്ദിക്കുന്നു. ഈ ദൈവിക ആനന്ദവും സ്നേഹവും പരസ്പരം സമാന്തരമാണ്. ഇവ രണ്ടും തമ്മിലുള്ള, അതായത് ദൈവിക സ്നേഹവും ദൈവിക ആനന്ദവും തമ്മിലുള്ള ആഴമേറിയ ബന്ധം തിരുവചനത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയും. സങ്കീർത്തനം 146 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വാക്യപ്രകാരം നാം ചിന്തിക്കും ദൈവത്തിന് നീതിമാന്മാരോട് മാത്രമേ സ്നേഹമുള്ളൂ എന്ന്. എന്നാൽ മറ്റൊരു വാക്യം നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ 9:7 സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അപ്പോൾ നാം ചിന്തിക്കും അതിനർത്ഥം ദൈവത്തിനായി കൊടുക്കുന്നവരെ മാത്രമേ ദൈവം സ്നേഹിക്കുകയുള്ളൂ. അങ്ങനെയൊന്നും ദൈവത്തിന് യാതൊരു വേർതിരിവുമില്ല. നീതിമാന്മാരെ സ്നേഹിക്കുമെന്നോ അല്ലെങ്കിൽ സന്തോഷത്തോടെ കൊടുക്കുന്നവനെ മാത്രം സ്നേഹിക്കുന്നു എന്നും യാതൊരു വേർതിരിവും അവിടെ ദൈവത്തിന് ഇല്ല. ഈ വാക്യങ്ങൾ നാം ചില പ്രത്യേക സാഹചര്യത്തിൽ വായിക്കുകയോ അല്ലെങ്കിൽ നാം അത് മനസ്സിലാക്കുന്ന അർത്ഥം വ്യത്യാസപ്പെടുമ്പോഴോ ഉണ്ടാകുന്ന നമ്മുടെ തെറ്റിദ്ധാരണകളാണ്. അതായത് യോഹന്നാന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 16 പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു.
ദൈവം തൻ്റെ പുത്രനെ യാഗമായി ഈ ഭൂമിയിലേക്ക് അയച്ചത് ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ നീതിമാന്മാർക്ക് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ ദൈവത്തിന് സന്തോഷത്തോടെ കൊടുക്കുന്നവന് വേണ്ടി മാത്രമല്ല, പകരമോ എല്ലാവർക്കും വേണ്ടിയാണ്. ഏവനും രക്ഷ പ്രാപിച്ച് ഏവർക്കും നിത്യജീവൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം ലോകത്തോടുള്ള ഈ സ്നേഹം തൻ്റെ ഏകജാതനായ പുത്രനെ യാഗമായി നൽകുന്നതിലൂടെ ഈ ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ദൈവം ഒരാളെ മാത്രമാണോ സ്നേഹിക്കുന്നത്? ഒരിക്കലുമല്ല. ദൈവം ലോകത്തിലുള്ള എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുന്നു. ആ സ്നേഹം നിത്യസ്നേഹമാണ്. ആ സ്നേഹത്തെ തിരിച്ചറിയുന്നവരുടെ എണ്ണം മാത്രം ചുരുക്കമെന്നേ ഉള്ളൂ. സങ്കീർത്തന പുസ്തകം 33 അധ്യായം അതിൻ്റെ 5 വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ ദയ കൊണ്ട് ഈ ഭൂമി നിറഞ്ഞിരിക്കുന്നുവെന്ന്. അതിനർത്ഥം ദൈവം ഒരാളെയോ ഒരു കൂട്ടരെയോ മാത്രം, അവരോട് മാത്രം ദയ കാണിക്കുന്നു എന്നാണോ? യഹോവയുടെ ദയ കൊണ്ട് ഈ ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു എന്നാ. അപ്പോൾ ഈ ഭൂമിയിലുള്ള സകല ജനങ്ങളെയും യഹോവയുടെ ദയ ചുറ്റിപ്പറ്റിയിരിക്കുന്നു. സങ്കീർത്തനം 145 9 വാക്യം പറയുന്നു, യഹോവ എല്ലാവർക്കും നല്ലവനെന്ന്. അപ്പോൾ യഹോവ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് യഹോവ എല്ലാവർക്കും ഒരുപോലെ നല്ലവനാണ് എന്ന് ദാവീദ് സാക്ഷ്യപ്പെടുത്തുന്നത്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ആ സ്നേഹം തിരിച്ചറിയുന്നവർ ചുരുക്കം എന്നതാണ് സത്യം. ആ സ്നേഹം നാം തിരിച്ചറിയുകയാണ് എങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ ഓർത്ത് ആനന്ദിക്കും, നമ്മെ നീതിമാന്മാരെന്ന് എണ്ണും, നമ്മെയും അപ്രകാരം വിളിക്കപ്പെടും. ദൈവം ആനന്ദം കണ്ടെത്തുന്നത് തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നതിലാണ്. അതാണ് യെശയ്യാ പ്രവാചകൻ യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായി നമുക്ക് നാം പാപാവസ്ഥയിലായിരിക്കുമ്പോൾ മനുഷ്യർക്ക് എങ്ങനെ ദൈവത്തെ ആനന്ദിപ്പിക്കുവാൻ കഴിയുമെന്ന് ചിന്തിക്കാം. നാം പാപാവസ്ഥയിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മനുഷ്യർ പാപാവസ്ഥയിലായിരിക്കുമ്പോൾ മനുഷ്യർക്ക് എങ്ങനെ ദൈവത്തെ ആനന്ദിപ്പിക്കുവാൻ കഴിയുമെന്ന് ചിന്തിക്കാം. റോമാലേഖനം 8 അധ്യായം 1 വാക്യം പ്രകാരം പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അതേപോലെ റോമാലേഖനം 5 അധ്യായം അതിൻ്റെ 8 വാക്യം പറയുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപത്തിൻ്റെ ശമ്പളമായ മരണമെന്ന ശിക്ഷാവിധിയില്ല. കാരണം യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പകരമായി യാഗം ചെയ്യപ്പെട്ട കുഞ്ഞാടാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നാണ്. കാരണം പാപികളായ നാം പാപബോധത്തോടെ പാപം വിട്ടുതിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ ദൈവം നമ്മെ ഇരുകൈയും നീട്ടി സ്വീകരിക്കും. മുടിയനായ പുത്രനെ പിതാവ് സ്വീകരിച്ചതുപോലെ നാം ആ ദൈവത്തിലേക്ക് ചെല്ലുന്നതും കാത്ത് ദൈവം ആ പടിവാതിക്കൽ ഇരിക്കുകയാണ്, നമ്മെ പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. നാം ദൈവത്തിൻ്റെ സ്നേഹം സ്വീകരിക്കുമ്പോൾ സ്വർഗം മുഴുവൻ ആനന്ദിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 3 വാക്യത്തിൽ പറയുന്നത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്നാണ്. ആ നിത്യസ്നേഹം നാം സ്വീകരിക്കുകയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള മാർഗം. 1 പത്രോസ് 2 അധ്യായം അതിൻ്റെ 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നാം ആഴത്തിൽ പഠിക്കുമ്പോൾ, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അതായത് ദൈവത്തിൻ്റെ ഇടപെടലില്ലാതെ ദൈവത്തിന് പ്രസാദകരമായതൊന്നും ചെയ്യുവാനോ കൊണ്ടുവരുവാനോ വീഴ്ച ഭവിച്ച മനുഷ്യർക്ക് പറ്റത്തില്ല. പക്ഷേ ദൈവം ഇത് മനുഷ്യർക്ക് സാധിക്കും. എപ്പോൾ മാത്രമാണ്? ദൈവം തൻ്റെ കൃപയിലും കരുണയിലും ക്രിസ്തുവിൻ്റെ ഇടപെടലിലൂടെ ഒരു വഴി ഉണ്ടാക്കി നമുക്ക് തന്നിട്ടുണ്ട്. ക്രിസ്തുയേശുവിലൂടെ നമുക്ക് ദൈവത്തിന് പ്രസാദകരമായ ആത്മീയ യാഗം അർപ്പിക്കാം. അതായത് നാം എല്ലാവരും വീഴ്ച ഭവിച്ച മനുഷ്യരാണ്. അപ്പോൾ ഈ വീഴ്ച ഭവിച്ച മനുഷ്യർക്ക് ദൈവത്തിൻ്റെ ഇടപെടലില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല. അതിനുള്ള ഏക മാർഗമെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക, അവനിലുള്ള വിശ്വാസം, അവനിലുള്ള രക്ഷയിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, യേശുക്രിസ്തുവിനെ നാം നമ്മുടെ സ്വന്തം രക്ഷിതാവായി തിരഞ്ഞെടുക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് പിതാവായ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഈ പാഠഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്.
എബ്രായരുടെ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നത്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല എന്നാണ്. എങ്കിലും എബ്രായരുടെ ലേഖനം 13-ാം അധ്യായം 21-ൽ പറയുന്നത്, ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയിലൂടെ നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം തമ്മിൽ പ്രവർത്തിക്കുമാറാകട്ടെ എന്നാണ്. അതായത് വിശ്വാസത്താൽ ദൈവത്തോട് പ്രതികരിക്കുന്നവർ ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയാൽ അവൻ്റെ ദൃഷ്ടിയിൽ നീതിമാന്മാരായി കണക്കാക്കപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. കാരണം യേശു ക്രിസ്തുവാണ് പിതാവിങ്കിലേക്കുള്ള ഏക മാർഗം. അതുകൊണ്ടാണ് നമുക്ക് വേണ്ടി യേശു മധ്യസ്ഥനായി സ്വർഗത്തിൽ പിതാവിനോട് പക്ഷവാദം നമുക്ക് വേണ്ടി ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്ക് അവൻ മധ്യസ്ഥ വേല ചെയ്യുന്നു. നാമോ അങ്ങനെ ജീവനുള്ള കല്ലുകളായി മാറുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നത് മാത്രമായിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഒരിക്കലൊരു പിതാവ് തൻ്റെ ഊമനായ ആത്മാവ് ബാധിച്ച മകനെ സൗഖ്യമാക്കുവാനായി യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്കത് സാധിച്ചില്ല. അപ്പോൾ അവിടെ കൂടിയിരുന്ന പുരുഷാരത്തിലുണ്ടായിരുന്ന ശാസ്ത്രിമാർ ഈ ശിഷ്യന്മാരോട് തർക്കിച്ചു. അപ്പോഴാണ് യേശു അവരുടെ അടുക്കലേക്ക് ചെന്ന് കാര്യം എന്തെന്ന് ചോദിച്ചു. പിതാവ് പറഞ്ഞു, ഊമനായ ആത്മാവ് പിടിച്ച് എൻ്റെ മകനെ നിന്റെ അടുക്കൽ ഞാൻ കൊണ്ടുവന്നു, അതിനെ പുറത്താക്കുവാൻ നിന്റെ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല എന്ന്. അപ്പോൾ യേശു പറഞ്ഞു, അവിശ്വാസമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, എത്രത്തോളം ഞാൻ നിങ്ങളെ പൊറുക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് യേശുക്രിസ്തു പറഞ്ഞു. അങ്ങനെ ആ പിതാവ് ആ മകനെ യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്നു. പെട്ടെന്ന് യേശുവിനെ കണ്ട മാത്രയിൽ ഈ മകൻ നിലത്ത് വീണു. ആത്മാവ്, ആ ഊമനും ബദ്രനുമൊക്കെയായ ആ ആത്മാവ് ഇവനെ നിലത്തിലൂടെ ഇട്ട് വലിച്ചു, നിലത്തിഴച്ചു, നുരച്ച് ഉരുണ്ടു. അപ്പോൾ യേശു പിതാവിനോട് ചോദിക്കുക, ഇത് എത്ര കാലമായി എന്ന്. അപ്പോൾ പിതാവ് മറുപടി പറഞ്ഞു, ചെറുപ്പം മുതലുണ്ട്. അവനെ നശിപ്പിക്കേണ്ടതിന് തീയിലും വെള്ളത്തിലുമൊക്കെ ഈ ബാധ അവനെ തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞു ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു പിതാവിനോട് ചോദിക്കുക, നിന്നാൽ കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. ഉടനെ ബാലൻ്റെ അപ്പൻ അവിടെ നിലവിളിക്കുകയാണ്. നിന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്നും പറഞ്ഞ്, കർത്താവ് യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു എന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പറയുകയാ, എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന്. യേശുക്രിസ്തു പെട്ടെന്ന് ആത്മാവിനെ ശാസിച്ചു. ആത്മാവ് ആ ബാലനെ വിട്ടുപോയി. അവൻ മരിച്ച പോലെ ആയിരുന്നു എങ്കിലും യേശു ബാലൻ്റെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. യേശുവിനോട് ഈ സംഭവം എല്ലാം കഴിഞ്ഞിട്ട് അവർ സമാധാനമായിരിക്കെ യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങൾക്കതിനെ പുറത്താക്കുവാൻ കഴിയാത്തത് എന്തുകൊണ്ടായിരുന്നു എന്ന്. അപ്പോൾ യേശു മറുപടി പറഞ്ഞത്, പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നിനാലും വിട്ടുപോകുകയില്ല എന്ന് പറഞ്ഞു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല എന്നതാണ്. എന്നിരുന്നാലും യേശു ചെറിയ വിശ്വാസം പോലും സ്വീകരിക്കുന്നു എന്നും ഈ കഥ ഓർമ്മിപ്പിക്കുന്നു. ആ ബാലൻ്റെ പിതാവിനുണ്ടായിരുന്ന എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്നും പറഞ്ഞ് ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്നും പറഞ്ഞുള്ള ആ നിലവിളിയിലൂടെ ഉണ്ടായിരുന്ന ആ ചെറിയ വിശ്വാസത്തിന്മേലാണ് യേശുക്രിസ്തു ആ ബാലൻ അവിടെ സൗഖ്യം നൽകിയത്. ആ വളരെ ചെറിയ വിശ്വാസം പോലും യേശുക്രിസ്തു അവിടെ സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് ഈ കഥയിൽ നിന്നും പഠിക്കുവാൻ സാധിക്കുന്നു. ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയിലുള്ള വിശ്വാസത്തിലൂടെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുമെന്നതിന് തെളിവാണ് ഈ കഥ. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമാകണം. അതിനുവേണ്ടി നാം പൗലോസിൻ്റെ ഉപദേശം പിൻപറ്റണം. അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു എന്നാണ്. നാം സ്നേഹിക്കുന്നവരുടെ ഏറ്റവും നല്ല താല്പര്യങ്ങൾ ഉൾപ്പെടുത്തുവാൻ, നമ്മുടെ താല്പര്യങ്ങൾ രൂപാന്തരപ്പെടുത്തുവാനും നമ്മുടെ സ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായി നമ്മെ തന്നെ വിപുലീകരിക്കുവാനും നാം ദൈവത്തോട് അപേക്ഷിക്കണം. സഹോദര പ്രീതികൾ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ, ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിലൂടെ ദൈവം നമ്മെ സ്വീകരിക്കുകയാണെങ്കിൽ നാമും മറ്റുള്ളവരെ നമ്മെപ്പോലെ തന്നെ കരുതണം, സ്നേഹിക്കണം. നമ്മെപ്പോലെ തന്നെ നാം മറ്റുള്ളവരെയും കരുതണമെന്നാണ് ദൈവകൽപ്പന നമുക്കുള്ളത്. മറ്റുള്ളവർ നമ്മോട് എങ്ങനെ പെരുമാറണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ അത് നാം അവരോട് ചെയ്യണം.
എങ്കിൽ മാത്രമേ അവർ നമ്മളോടും അപ്രകാരം പെരുമാറുകയുള്ളൂ. മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കണമെന്ന് നാം കരുതുന്നുവെങ്കിൽ നാം ആദ്യം മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതാകുന്നു എന്നാണ് ഈ പാഠഭാഗത്തിൽ നിന്നും പഠിക്കുന്നത്. ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ് ആ ദൈവസ്നേഹത്തെ സ്വീകരിക്കുവാനും അത് നിത്യമായ സ്നേഹത്തെ, ആ സ്നേഹം നമ്മളിൽ പകരുവാനും നമ്മളിൽ ലഭിക്കുന്ന ആ നിത്യമായ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും ഈ പാഠഭാഗം ഏവരെയും ധാരാളമായി സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം. ഈ നല്ല സുദിനത്തിനായി അങ്ങയോട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന അപ്പച്ചാ സ്തോത്രം. ഈ ദിവസത്തിൽ നല്ലൊരു പാഠപഠനം പഠിക്കുവാൻ ഞങ്ങൾക്ക് സഹായിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നതിൽ നന്ദിയോടെ സ്തുതിക്കുന്ന അപ്പച്ചാ സ്തോത്രം. ഹല്ലേലൂയ. ഈ പാഠം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഏറ്റവും അനുഗ്രഹപൂർണ്ണമായ ഒരു പാഠമായിരിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ സ്തോത്രം. ഈ പാഠം പഠിച്ചതിലൂടെ കർത്താവെ സ്തോത്രം, അങ്ങയുടെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ആ സ്നേഹത്തെ സ്വീകരിച്ചുകൊണ്ട് കർത്താവെ സ്തോത്രം, ഹല്ലേലൂയ, മുന്നോട്ട് ക്രിസ്തീയ ജീവിതം ധൈര്യത്തോടെ ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ കർത്താവ്യ സ്തോത്രം ഈ പാഠം ഒരു മുതൽക്കൂട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.